മിശിഹായിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അപ്പസ്തോലിക ആഹ്വാനമാണ് പാസ്റ്റോറസ് ദാബോവിസ്. ഞാൻ നിങ്ങൾക്ക് അജപാലകരെ നൽകും. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം കാലഘട്ടത്തിന് അനുയോജ്യമായ അജപാലകനായിരുന്നു പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയ്ക്കും സമൂഹത്തിനും നൽകിയ എല്ലാ നന്മകളെയും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലെ നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. 2018 ജൂലൈ 29 ഞാൻ പരിശുദ്ധ പിതാവിനെ ആദ്യമായിട്ട് നേരിൽ കാണുന്നത്. അത് നമ്മുടെ ഒരു പേപ്പൽ ഓഡിയൻസിൻ്റെ സമയമായിരുന്നു. പാപ്പ മൊബൈലിലെ പാപ്പ ഇങ്ങനെ പോവും. ഞങ്ങളൊക്കെ ആദ്യമായിട്ട് ആകാംക്ഷയോടെ പോപ്പിനെ കണ്ട ഒരു സന്തോഷത്തിൽ ഇങ്ങനെ മതിമറന്ന് നിൽക്കുകയാണ്. അങ്ങനെ ആ ദിവസം കടന്നുപോയി. പിന്നെ ഏറ്റവും അടുത്ത് വ്യക്തിപരമായിട്ട് പാപ്പയോട് സംസാരിക്കാൻ പറ്റുന്നത് അതിനുശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞാണ്. ഞാൻ താമസിക്കുന്ന കോളേജ് ഉർബാനയുടെ ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾ പോപ്പിനെ കാണാനായിട്ട് പോയി. അപ്പോൾ ഞാൻ ആ ഗ്രൂപ്പിൻ്റെ ലീഡറായിരുന്നത് കൊണ്ട് പോപ്പിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനുള്ള ഒരവസരം എനിക്കായിരുന്നു. ഏകദേശം 5 ദിവസമായിട്ടുള്ളൂ ഇറ്റലിയിൽ വന്നിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇറ്റാലിയൻ ഭാഷ എനിക്ക് അത്ര പ്രാവീണ്യമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട് എൻ്റെ ഒരു സ്പിരിച്വൽ ഫാദറിൻ്റെ ആത്മീയ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ, എനിക്കൊരു ഇൻട്രൊഡക്ഷനായിട്ട് പിതാവിനോട് സംസാരിക്കാനായിട്ട് ഇറ്റാലിയൻ ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ കുറിച്ച് തരണമെന്ന്. അങ്ങനെ അച്ഛൻ്റെ സഹായത്തോടെ ഞാൻ വലിയൊരു പേപ്പറിൽ ഇങ്ങനെ എനിക്ക് അർത്ഥം മനസ്സിലായില്ലെങ്കിലും അതിങ്ങനെ മലയാളത്തിൽ എഴുതി ഇറ്റാലിയൻ അങ്ങനെ പഠിച്ച് കാണാപാഠം പഠിച്ച് ഞാൻ പരിശുദ്ധ പിതാവിനെ കാണാനായിട്ട് പോയി. പിന്നെ ഞങ്ങളൊക്കെ അവിടെ എത്തിയതിനു ശേഷം ഞങ്ങളെ കണ്ട സന്തോഷത്തിലെ പരിശുദ്ധ പിതാവ് ഇറങ്ങി വന്നു. പിന്നെ എൻ്റെ അവസരമായിരുന്നു. ഞാൻ കാണാതെ പഠിച്ച ഈ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ എനിക്കതിൻ്റെ ഗ്രാമറൊന്നും കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ട് എന്തൊക്കെയോ ആ പോപ്പിനെ കണ്ട ഒരു വെപ്രാളത്തിൽ ഞാൻ പറഞ്ഞുപോയി. ഗ്രാമറൊക്കെ തെറ്റായിരുന്നു, എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. പക്ഷെ എൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധ പിതാവ് ഓടി വന്ന് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഐ ഫാത്തോ മോൾത്തോ ബെന്നെ, നീ നന്നായി ചെയ്തു എന്ന്. പക്ഷേ ഞാൻ ഒരിക്കലും അത് നന്നായി ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ആ സമയത്ത് പരിശുദ്ധ പിതാവ് എനിക്ക് തന്ന ഒരു കോൺഫിഡൻസിന് ഒരപ്പൻ്റെ സ്നേഹമുണ്ടായിരുന്നു. അന്നാണ് ആദ്യമായിട്ട് പരിശുദ്ധ പിതാവിനോട് വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധം എനിക്ക് തോന്നുന്നത്. പിന്നീടുള്ള 6 വർഷക്കാലത്തിലെ പല സമയങ്ങളിലായിട്ട് പരിശുദ്ധ പിതാവിൻ്റെ കൂടെ വിശുദ്ധ ബലിയിലെ സംബന്ധിക്കാനും വ്യക്തിപരമായിട്ട് കാണുവാനും എനിക്ക് പല തവണയായിട്ട് സാധിച്ചു. എപ്പോഴും ഞാൻ പരിശുദ്ധ പിതാവിൻ്റെ ഒരു മേന്മയായിട്ട് കാണുന്നത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് പ്രതീക്ഷിക്കാത്ത സമയത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഇടയൻ. നമുക്കറിയാം, അതിർവരമ്പുകൾ ലംഘിച്ച് അതിരുകളില്ലാതെ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു ഇടയൻ്റെ ചിത്രമാണ്. അതായത് പ്രോട്ടോകോളുകളൊക്കെ ചില സമയത്ത് നോക്കാതെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഇടയൻ. പരിശുദ്ധ പിതാവിനെ കുറിച്ചുള്ള മധുരതരമായ ഓർമ്മകളിൽ ഒരെണ്ണം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ്. യൂണിവേഴ്സിറ്റിയിലെ ഒരു പരിപാടിക്കായിട്ട് പരിശുദ്ധ പിതാവ് വരികയാണ്. അപ്പോൾ പരിശുദ്ധ പിതാവ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് സെക്യൂരിറ്റീസൊക്കെ വളരെ വരിയായിട്ട് നിന്നു. ഞങ്ങളെ അങ്ങനെ പുറത്തേക്ക് അങ്ങോട്ട് കടത്താത്ത രീതിയിൽ ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നു, റോമിൻ്റെ ഒരു സിറ്റിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നു. ആ സമയത്ത് ഞങ്ങളിങ്ങനെ സെക്യൂരിറ്റി ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്ത് പതിയെ ഇങ്ങനെ പോപ്പിൻ്റെ കാറ് വന്നിട്ട് ഗ്ലാസ്സൊക്കെ താത്തി കൊമെസ്താത്തി സുഖമാണോ എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര കോർഡിയലായിട്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു പ്രോട്ടോക്കോളൊന്നും നോക്കാതെ നമ്മുടെ അടുത്തേക്ക് വരുന്ന സ്നേഹത്തോടെ നമ്മളിൽ ഒരുവനായിട്ട് സംസാരിക്കുന്ന ഒരു പോപ്പിൻ്റെ മുഖം വളരെ മനോഹരമായിട്ട് ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സീറോ മലബാർ സഭയോടുള്ള സ്നേഹം പോപ്പിന് വളരെയധികം ഉണ്ടായിരുന്നു. നമ്മുടെ സഭയെക്കുറിച്ച് എപ്പോഴും പറയുന്ന കാര്യം, നിങ്ങളുടെ സഭ ഒരു ജീവനുള്ള ഒരു സഭയാണെന്നാണ് കാണുന്ന സമയത്തൊക്കെ പരിശുദ്ധ പിതാവ് പറയുന്നത്. നമ്മൾ സീറോ മലബാർ സഭയിൽപ്പെട്ട ആളാണെന്ന് പറയുമ്പോൾ തന്നെ സീറോ മലബാർ സഭയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ പിതാവ് ഇങ്ങനെ പ്രത്യേകമായിട്ട് പറയാറുണ്ട്. സാധാരണയായിട്ട് പരിശുദ്ധ പിതാവിനെ കാണാൻ പോകുമ്പോൾ അറിയുന്നവർക്കാണെങ്കിൽ പോപ്പ് അദ്ദേഹത്തിൻ്റെ തലയിലുള്ള സുക്കെത്തോ, അതായത് സ്കൾ ക്യാപ്പ് അല്ലെങ്കിൽ നമ്മുടെ തൊപ്പി എന്നൊക്കെ പറയും, ഇത് കൈമാറ്റം ചെയ്യുന്ന ഒരു രീതിയുണ്ട്.
അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സ്കൾപ്പ് ഒരു സുക്കത്തോ വാങ്ങിയിട്ട് പരിശുദ്ധ പിതാവിൻ്റെ അടുത്ത് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ പരിശുദ്ധ പിതാവിന് അത് കൊടുക്കുമ്പോൾ പരിശുദ്ധ പിതാവ് അത് തലയിൽ വെച്ച് നമുക്ക് തിരിച്ചു തരും. അങ്ങനെ ഇത് ചെയ്യുന്ന ഒരു പതിവ് എനിക്കുമുണ്ട്. കാരണം നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനം കൊടുക്കുന്ന ഇത് ഞാനിങ്ങനെ ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ്. അങ്ങനെ ഒരു ദിവസം സുക്കത്തോ കൈമാറുമ്പോൾ ഞാൻ ഈ സുക്കത്തോ കൊടുത്തിട്ട് പരിശുദ്ധ പിതാവിനോട് ചോദിച്ചു, ആ തലയിലിരിക്കുന്നത് എനിക്ക് തരാമോ എന്ന്. അപ്പോൾ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് പരിശുദ്ധ പിതാവ് പറഞ്ഞു നോന്ന്. പക്ഷെ പിന്നെ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് എൻ്റെ കയ്യിലുള്ള സുക്കത്തോ വാങ്ങി ഒന്നിങ്ങനെ നോക്കി. എന്നിട്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം അതെടുത്ത് വെച്ച് തൻ്റെ തലയിലിരിക്കുന്ന സുക്കത്തോ എനിക്ക് തന്നു. അതിപ്പോഴും ഞാൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഡീക്കനായിട്ട് ആദ്യമായിട്ട് പരിശുദ്ധ പാപ്പയുടെ കൂടെ വിശുദ്ധ കുർബാനയ്ക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അവസരം ലഭിച്ചു. അങ്ങനെ വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് കുർബാനയുടെ മുൻപ് പ്രാക്ടീസിനായിട്ട് പോവുകയാണ്. ആ സമയത്താണ് അറിയുന്നത് അന്ന് കുർബാന ചൊല്ലുന്നത് പോപ്പല്ല. കാരണം പോപ്പിന് മുട്ടിൻ്റേതായിട്ടുള്ള ചില പ്രശ്നമുള്ളത് കൊണ്ട് ഒരു കർദിനാളാണ് കുർബാന ചൊല്ലുന്നത്. എനിക്ക് വളരെയധികം വിഷമമായി. എങ്കിലും കുർബാനയുടെ കുറച്ച് കഴിഞ്ഞപ്പോൾ, കുർബാന സ്വീകരണത്തിൻ്റെ സമയമായപ്പോൾ അവിടുത്തെ മാസ്റ്റർ ഓഫ് സെറിമണി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ തിരുശരീരവും തിരുരക്തവും കൊണ്ടുപോയിട്ട് പരിശുദ്ധ പിതാവിന് കൊടുക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ പിതാവ് അൾത്താരയുടെ വലതുവശത്തായിട്ട് ഇരിക്കുകയാണ്. ഞാൻ തിരുശരീരവും തിരുരക്തവും കയ്യിലെടുത്തുകൊണ്ട് പരിശുദ്ധ പിതാവിൻ്റെ അടുത്ത് പോകുന്ന ഒരു ഭാഗം ഇപ്പോഴും എൻ്റെ മനസ്സിലെ പച്ചകെടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു ഓർമ്മിക്കുന്ന ഒരു മൊമെൻ്റായിട്ട്, റൂമിലെ ഒരു ഓർമ്മിക്കുന്ന ഒരു നിമിഷമായിട്ട് ഞാൻ എപ്പോഴും കാണുന്ന ഒരു ഭാഗമാണത്. ഈശോയുടെ തിരുരക്തവും പരിശുദ്ധ പിതാവിന് കൊടുക്കുന്ന ഒരു ഭാഗം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനമായിട്ട് ഞാൻ പോപ്പിനെ കണ്ടത് ഒക്ടോബർ 9 റോമിലെ പഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് റോമിൽ നിന്ന് പോരുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങൾ ഒരു എരുമപ്പെട്ടി തിരുഹൃദയ ദേവാലയത്തിലേക്ക് ഒരു രൂപം വെഞ്ചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പോപ്പിനെ കാണുന്നത്. അപ്പോൾ പോപ്പിനോട് പറഞ്ഞു, പരിശുദ്ധ പിതാവിൻ്റെ പഠിത്തമൊക്കെ തീർന്നു, ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ പരിശുദ്ധ പിതാവ് ചോദിച്ചു, എന്നാണ് നിൻ്റെ പട്ടം? അപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവേ, ഡിസംബർ 28 എൻ്റെ പട്ടം. അപ്പോൾ പരിശുദ്ധ പിതാവ് ചോദിച്ചു, അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിനക്കറിയുമെന്ന്. പെട്ടെന്നുള്ളൊരു ഇതിൽ എനിക്ക് അങ്ങനെ ഓർമ്മ കിട്ടിയില്ല. അപ്പോൾ പരിശുദ്ധ പിതാവ് പറഞ്ഞു, അന്ന് ഹോളി ഇന്നോസെൻസിൻ്റെ ഫീസ്റ്റാണ്, കുഞ്ഞു പൈതങ്ങളുടെ തിരുനാളാണ്. പരിശുദ്ധ പിതാവ് തമാശയോടെ ചോദിച്ചു, അതിന് നീ അത്ര ഇന്നസെൻറ്റും ഒന്നുമല്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ആ ദിവസം തിരഞ്ഞെടുത്തത് എന്ന്. അതിന് കൂടെ പരിശുദ്ധ പിതാവ് കൂട്ടിച്ചേർത്തു, നമ്മൾ എത്രത്തോളം പഠിക്കുന്നു, എത്രത്തോളം ഉയരങ്ങളിലേക്ക് പോകുന്നു എന്നതല്ല, ജനങ്ങളോട് എത്ര നല്ല രീതിയിൽ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഓരോ പുരോഹിതൻ്റെ ജീവിതവും ഈശോയുടെ മുമ്പിൽ വിലയുള്ളതാവുന്നത്. പരിശുദ്ധ പിതാവിൻ്റെ ജീവിതം, ഫ്രാൻസിസ് പാപ്പയുടെ ജീവിതം ഇന്ന് ലോകം മുഴുവൻ വിലയുള്ളതായിട്ട് കാണുന്നതിന് കാരണം ഇപ്പോഴും നിലയ്ക്കാത്ത ജനപ്രവാഹം വത്തിക്കാൻ്റെ അൾത്താരയുടെ അടുത്തേക്ക് നീങ്ങുന്നതിൻ്റെ കാരണം ജനങ്ങളെ വിലമതിക്കുന്ന നല്ല ഇടയനായ, വിലയില്ലാത്തവർക്ക് പോലും വില നൽകിയ നല്ല ഇടയനായിട്ട് പരിശുദ്ധ പിതാവ് മാറിയതുകൊണ്ടാണ്. പരിശുദ്ധ പിതാവ് സഭയ്ക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും എല്ലാ നന്മകളെയും നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ ഓർക്കാം.